റെഡ് സിനിമ ക്യാമറ കമ്പനിയുടെ അവരുടെ സിനി സീരീസിലേക്കുള്ള ഏറ്റവും എൻട്രി ലെവൽ ക്യാമറയായിരുന്നു റെഡ് കൊമോഡോ എന്ന് പറയുന്ന ക്യാമറ. ആ ക്യാമറയുടെ പ്രൈസ് ഇപ്പോൾ ഒരു ഹ്യൂജ് പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചിരിക്കുകയാണ്. ഹ്യൂജ് എന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് പറയാനും മാത്രമുള്ള ഒരു വലിയ പ്രൈസ് ഡ്രോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താണ് റെഡിനെ പോലെ ഒരു കമ്പനി ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് ഈ 2025 കൊണ്ടുവരുന്നതിൻ്റെ റീസൺ, വൈ ഇസ് ദിസ് ചേഞ്ച് ഹാപ്പനിങ്, വാട്ട് ഡസ് ദിസ് മീൻ ടു ഫിലിം മേക്കേഴ്സ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ബൈ ദ വേ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ടോപ്പിക്സ് ഇഷ്ടമുള്ളതാണെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, സിനിമറ്റോഗ്രാഫി, ഇതിൻ്റെയൊക്കെ ടെക്നിക്കാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ടെക് സൈഡ്, ഇതിനെപ്പറ്റിയുള്ള ടോപ്പിക്സ്, ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൽ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഫ് യു ഫീൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്കതൊരു വലിയ എനർജി ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ റെഡ് കൊമോഡോയുടെ പ്രൈസ് ഡ്രോപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് റെഡ് കൊമോഡോ എന്നുള്ള റെഡ് എന്ന് പറയുന്ന ക്യാമറ കമ്പനിയുടെ എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു സിനിമ ക്യാമറയാണ് റെഡ് കൊമോഡോ. അപ്പോൾ ഈ ക്യാമറയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം വരെ ഏകദേശം $5,995 ആയിരുന്നു. ക്യാമറ ബോഡി മാത്രമാണ് ഇത്തരത്തിലുള്ള ക്യാമറാസ് നമ്മൾ മേടിക്കുമ്പോൾ സാധാരണയായിട്ട് വരിക. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ബ്ലാക്ക് മാജിക്കിൻ്റെ പുതിയ സിനി ക്യാമറകളുടെ വളരെ പ്രൈസ് കുറഞ്ഞ് വളരെ ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൈസിൽ ബ്ലാക്ക് മാജിക് അവരുടെ പുതിയ സിനി ലൈൻ ഓഫ് ക്യാമറാസ് ഇറക്കിയപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഈ സിനിമ ക്യാമറ കൂടുതൽ ആക്സസിബിൾ ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. സാധാരണയായി ഒരു റെൻ്റൽ ഹൗസിന് ഒരുപാട് പൈസ നമ്മൾ മുടക്കിയിട്ടാണ് ഓരോ സിനിമയുടെ ലൊക്കേഷനിലേക്കും ഓരോ ദിവസത്തേക്കുള്ള ക്യാമറ ആൻഡ് ബാക്കി എക്യുപ്മെൻറ്റ്സ് എത്തുക, അല്ലേ? അപ്പോൾ അതിൽ തന്നെ ക്യാമറ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനാരിയോയിലേക്കാണ് ഇപ്പോൾ ബ്രാൻഡ്സ് പുതിയൊരു ഐഡിയ കൊണ്ടുവരുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നു 2025 എന്ന് പറയുന്നത് വെരി എക്സൈറ്റിംഗ് ടൈമാണ് ഫോർ ക്യാമറ ഇൻഡസ്ട്രി. കാരണം ഈ ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് ഒരു സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ക്യാമറ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ബിക്കോസ് ക്യാമറാസ് വെർ ഓൾറെഡി റിയലി ഗുഡ്. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് ടെക്നിക്കാലിറ്റി വൈസ് നമുക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതേസമയം 2025 ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗെദർ. പ്രൈസിലാണ് ഇവിടെ ഇപ്പോഴത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. എൻട്രി ലെവൽ ക്രിയേറ്റേഴ്സിലേക്ക്, അതായത് എസ്പെഷ്യലി ഇപ്പോൾ യൂട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു നെറ്റ്ഫ്ലിക്സ് പോലെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിയേറ്റേഴ്സ് ഒരുപാട് ടൈം, എനർജി ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ബ്ലാക്ക് മാജിക് പോലത്തെ സിനി കമ്പനികളും അതുപോലെ ഇപ്പോൾ റെഡും എന്ന് വേണം നമുക്ക് കരുതാൻ. സോ 2025 is going to be very, very exciting, especially for small creators and especially for people who are interested in അവർക്ക് സ്വന്തമായി ഒരു മാക്സിമം സിനിമ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ടെക്നിക്കാലിറ്റി വൈസ് അതുപോലത്തെ ക്യാമറകളിൽ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് 2025 is very exciting. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ $5,995 പ്രൈസ് ഉണ്ടായിരുന്ന ഒരു ക്യാമറ, അതായത് നാട്ടിലെ ഏകദേശം 5.5 ലക്ഷം രൂപ വരെ വരുന്ന ഒരു ക്യാമറ ആയിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് റെഡ് അതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് ഏകദേശം $2,000. അതായത് $5,995 വിലയുണ്ടായിരുന്ന ക്യാമറ ഇപ്പോൾ $3,995. അതായത് വളരെ ക്ലിയർ ആയിട്ട് $4,000 ബെഞ്ച് മാർക്കിൽ താഴെ വെക്കുന്ന ഒരു പ്രൈസായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ക്യാമറനെ കാണുന്നത്. 6K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, റെഡ് റോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൂപ്പർ 35 റെഡ് സെൻസർ ഉള്ള ക്യാമറയാണ് റെഡ് കൊമോഡോ. ഇപ്പോൾ അതിൻ്റെ വില അണ്ടർ 3.25 ലക്ഷം രൂപയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് FX3 എന്ന് പറയുന്ന സോണിയുടെ ക്യാമറയിലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ക്യാമറയാണ് FX3. ക്രിയേറ്റർ എന്നുള്ള ഹോളിവുഡ് മൂവിയിൽ അത് യൂസ് ചെയ്ത് ഒരു ഹ്യൂജ് ഹിറ്റായതാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് FX3. പക്ഷേ ഈ FX3 എന്ന് പറയുന്ന ക്യാമറയേക്കാൾ ഒരു 50,000 റുപ്പീസ് മാത്രമൊക്കെ വ്യത്യാസം വരുന്ന പ്രൈസിലേക്കാണ് ഇപ്പോൾ റെഡ് കൊമോഡോ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് FX3 ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഒരു റോ ഫോമാറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ അല്ല. റോ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് റോ എടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ റെഡ് കൊമോഡോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 6K സെൻസറിലുള്ള സൂപ്പർ 35 സെൻസറുള്ള ഈ ക്യാമറ റെഡ് റോ ഫോമാറ്റിൽ നമുക്ക് അതിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്നുള്ളതും
ഒരുപാട് ക്രിയേറ്റേഴ്സിന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും. പക്ഷേ അതേസമയം ഈ ന്യൂസ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിക്കുകയാണ് റെഡ് കൊമോഡോ ഇപ്പോൾ റീസെൻ്റ്ലി മേടിച്ച, അല്ലെങ്കിൽ റെഡ് കൊമോഡോ കുറച്ച് നാൾ മുമ്പ് മേടിച്ച് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരെ സംബന്ധിച്ച് അവരുടെ ആ ക്യാമറ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് അവർ വിൽക്കാൻ നോക്കിയാൽ പോലും കിട്ടാത്തതിനേക്കാൾ പ്രൈസിലാണ്, അത്രയും ബെറ്റർ ഒരു പ്രൈസിലാണ് ഇപ്പോൾ പുതിയ ക്യാമറ ബോഡി വന്നിരിക്കുന്നത്. $2,000 ഓഫാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള റെഡ് കൊമോഡോ നോക്കിയാൽ പോലും ഏകദേശം $3,500 $3,600 ആയിരിക്കും. അവിടെയാണ് $3,995 എന്നൊരു അടിപൊളി പ്രൈസിൽ ഈ ക്യാമറ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറയുടെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് മൂവ് ആണെന്ന്. അന്ന് അതിൽ സംസാരിക്കാത്ത മറ്റൊരു ക്യാമറ കൂടിയുണ്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ പിക്സിസ് എന്ന് പറയുന്ന 6K ഒരു ക്യാമറ. അതും ഇതേപോലെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസ് മാർക്കറ്റിലേക്കുള്ള ഒരു ക്യാമറയാണ്. അപ്പം ആക്ച്വലി റെഡ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോണിയുടെ FX3, ബ്ലാക്ക് മാജിക്കിൻ്റെ പിക്സിസ്, അല്ലെങ്കിൽ കാനോണിൻ്റെ C70, ഇതൊക്കെ പോലെയുള്ള ക്യാമറാസിനേക്കാൾ ഓൾമോസ്റ്റ് പ്രൈസ് കുറഞ്ഞു വരെ കൊടുക്കാവുന്ന രീതിയിൽ അഫോർഡബിൾ മാർക്കറ്റിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നമ്മൾ ഇതുവഴി കാണുന്നത്. റെഡ് ഈസ് വെൽക്കമിങ് എവ്രി വൺ ഇൻ ടു ദ റെഡ് എക്കോസിസ്റ്റം. റെഡ് എന്ന് പറയുന്ന കമ്പനി നിക്കോൺ നിങ്ങൾ എന്താ വിളിക്കുന്നത് വെച്ചാൽ അത് ഓക്കെ, ആ കമ്പനി എടുത്തതിന് ശേഷം റെഡിൽ വന്നിരിക്കുന്ന ഹ്യൂജ് ഡിഫറൻസസിൽ ഒന്നാണ് ഈ അഫോർഡബിൾ മാർക്കറ്റിലേക്ക് ഉള്ള റെഡിൻ്റെ എൻട്രി എന്ന് വേണം കരുതാൻ. കാരണം ഇതുവരെ റെഡ് എന്ന് പറയുന്നതും ഒരു അരി അലക്സ എന്നൊക്കെ പറയുന്ന പോലെ ആസ്പിറേഷണൽ ആയിട്ട് തന്നെയുള്ളൊരു ക്യാമറയായിരുന്നു. പക്ഷേ നോ മോർ, റെഡ് ഈസ് നൗ getting into the affordable camera market, and you and I can now dream to shoot in Red RAW. എല്ലാ ക്യാമറ കമ്പനീസും ഇപ്പോൾ ഫോഴ്സ്ഡ് ആവും അവരുടെ അടുത്ത മോഡൽ തിങ്ക് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാൻ, അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജീസിനെ പറ്റിയൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ FX3 എന്നുള്ള ക്യാമറ Mark II ഒരുപാട് ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി വരുമ്പോൾ സോണി ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും. അല്ലെങ്കിൽ കാനൺ C70 പോലത്തെ സിനിമ ക്യാമറ പോലെ ഇറക്കുന്ന ക്യാമറകൾക്ക് ഇനി അവർ പ്രൈസിങ് സ്ട്രാറ്റജി ഒന്നുകൂടെ റീവർക്ക് ചെയ്യേണ്ടി വരും. എല്ലാ കമ്പനികളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്, ഒരു പ്രൈസിങ് റീതിങ്ക് ചെയ്യാൻ ഒരു സ്ട്രെസ് കൊടുക്കുന്ന രീതിയിലാണ് റെഡിൻ്റെ ഈ മൂവ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം സോണി FX3 ഒക്കെ സെക്കൻഡ് വരുമ്പോഴേക്കും റോ ഷൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് എല്ലാ ക്യാമറയിലും ഇനിയിപ്പോൾ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. ഇനി കൊമോഡോയുടെ പ്രൈസ് ഡ്രോപ്പിന് റെഡിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ അതിന് മറ്റൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. ഇതിനേക്കാൾ ചീപ്പറായിട്ടുള്ള ക്യാമറാസ് നിക്കോൺ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇറങ്ങാം. അല്ലെങ്കിൽ ഈ പഴയ റെഡ് കൊമോഡോയുടെ പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന പുതിയൊരു മോഡൽ ക്യാമറ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് എക്സൈറ്റിംഗ് എലിമെൻറ്റ്സ് ഈ ഒരു പ്രൈസ് ഡ്രോപ്പിൻ്റെ പിന്നിലുണ്ട്. ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ കൂടുന്നത് എപ്പോഴും നമ്മൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച്, ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് ആക്ച്വലി വെരി എക്സൈറ്റിംഗ് ആണ്. ദിസ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് ഹെൽത്തി കോമ്പറ്റീഷൻ. മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിലും നല്ല ക്യാമറാസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ സിനി റേഞ്ചിലുള്ള ക്യാമറാസ് കൊടുക്കാൻ എല്ലാ കമ്പനികളെയും ഒരുപാട് പുഷ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഒരുപാട് ബെറ്റർ ആവും. അങ്ങനെ കോമ്പറ്റീഷൻ ബെറ്റർ ആകുമ്പോഴാണ് നല്ല പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത്. ഞാൻ സോണിയുടെ FX3 എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്തിരുന്ന ഒരു ക്യാമറ കൂടിയാണ് റെഡിൻ്റെ കൊമോഡോ. പക്ഷേ അന്ന് ഞാൻ റെഡ് എടുക്കാത്തതിൻ്റെ റീസൺ നമ്മുടെ ഫുൾ വർക്ക് പക്ഷേ റെഡ് എക്കോസിസ്റ്റത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഞാൻ എൻ്റെ ക്യാമറാസ് എല്ലാം സോണി തന്നെയാണ്. അങ്ങനെ നമ്മൾ എക്കോസിസ്റ്റം ഫുൾ ഇപ്പോൾ സോണിയാണ്. നമ്മുടെ വർക്ക് ഫ്ലോ സോണിയുടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ക്യാമറ മാത്രമായിട്ട് നമുക്ക് അവിടെ റെഡ് വരുമ്പോൾ നമുക്ക് വർക്ക് ഫ്ലോയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ റെഡ് ഒന്ന് കൺസിഡർ ചെയ്യാമല്ലോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഈ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറയുന്ന ഫിലിം മേക്കേഴ്സിന് കിട്ടുന്ന ഒരു ഫ്രീഡം. വെൻ യു നോ യു ക്യാൻ ആക്സസ് ഹൈ എൻഡ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വിഷ്വൽസ് തരാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇറ്റ് ഗീവ്സ് us the freedom to think bigger. പൃഥ്വിരാജ് എമ്പുരാൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് ഡ്രീം ആണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫിലിം മേക്കേഴ്സിന് ഈ ഡ്രീം ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുന്നത്. ഇനി ഈ വീക്ക് തന്നെ മറ്റൊരു എക്സൈറ്റിംഗ് ന്യൂസ് വരുന്നുണ്ട് സിനി ക്യാമറയിലോട്ട് വരുമ്പോൾ. അതാണ് സോണിയുടെ പുതിയ വെനീസ് മോഡൽ ക്യാമറ. സോ ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ന്യൂ ക്യാമറ ഇൻ സിനിമാറ്റോഗ്രഫി ആൻഡ് ഫിലിം മേക്കിംഗ്, എൻ്റെ ടേക്സ് അതിലറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ ഐ വിൽ ട്രൈ ടു മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ് ടു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാനും എനിക്ക് ആകാംക്ഷയുണ്ട്. റെഡ് കൊമോഡോയുടെ ഈ ഹ്യൂജ് പ്രൈസ് ഡ്രോപ്പ് ഒരു ഫിലിം മേക്കറിന് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണോ, അതോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ള രീതിയിലാണോ നിങ്ങൾക്ക് തോന്നുന്നത്? പ്രൈസ് അവിടെ കുറയോ കൂടുകയൊന്നും ചെയ്യുന്നതിൽ എനിക്കൊരു പ്രത്യേകതയും തോന്നുന്നില്ല എന്നാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതോ ഡസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്പ്
അപ്കമിങ് ഫിലിം മേക്കേഴ്സ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതിവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ടൈം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു തംസ് അപ്പ്, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് അതൊരു വലിയ എനർജി ആയിരിക്കും. ആൻഡ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. കീപ് ക്ലിക്കിംഗ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.